എൻ്റെ രാവിലത്തെ പരിപാടികളെല്ലാനും കഴിഞ്ഞ് അലക്കും കുളിയും ഒക്കെ കഴിഞ്ഞ് പേരതോടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇനി കറി കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ ഞാൻ അടപ്പത്തിട്ടുണ്ടായിരുന്നു. ചോറ് വെന്തിട്ടുണ്ട്, അത് വാർത്ത് വെച്ച് ഇനി നമുക്ക് കറി വെക്കണം. മെയിൻ പണി കിടക്കുകയല്ലേ. അപ്പം ഇനി കറിയൊക്കെ വെക്കാനായിട്ട് പോകാം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറെല്ലാം ഊറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് മാറ്റി ഒതുക്കിയൊക്കെ ഒന്ന് വെക്കണം കേട്ടോ. അപ്പം ഈ കഞ്ഞിവെള്ളത്തിൻ്റെ മേലെ തന്നെ ചോറെല്ലാം എടുത്ത് വെക്കുമ്പോൾ നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ എടുക്കുമ്പോഴും ചോറിന് അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ തന്നെ നമ്മളുടെ കഞ്ഞിവെള്ളത്തിൻ്റെ മേലെ ചോറെല്ലാം ഇങ്ങനെ കയറ്റിയൊക്കെ വെക്കും. പിന്നെ ഞാൻ രാത്രി ഫ്രിഡ്ജിൽ കൊത്തമര എല്ലാനും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്തത് തണുവ് മാറാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതും തണുവൊക്കെ ഒന്ന് മാറി കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിയൊക്കെ എടുത്ത് മാറ്റി എല്ലാനും വെക്കാം കേട്ടോ. പിന്നെ ഞാൻ ചാറുകറിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെണ്ടയ്ക്കയാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക എല്ലാം എടുത്തുകൊണ്ടുവന്ന് ഇതൊന്ന് ചാറുകറിക്കും എടുക്കാം, പിന്നെ എന്താണ് കുറച്ചെടുത്ത് വറുക്കുകയും ചെയ്യുക. കിച്ചുമോനാണെങ്കിൽ ഇതേപോലെ വെണ്ടയ്ക്കൊക്കെ വറുത്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ടാണ് വെണ്ടയ്ക്കൊക്കെ വറുക്കാറ്. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുമല്ലോ. അതിനിടയിൽ ഇതേ വന്നുകൊണ്ട് എന്നോട് കിസ്മിസ് ചോദിച്ചു കേട്ടോ. പായസം വെക്കാൻ വേണ്ടി വാങ്ങിയൊക്കെ വെച്ചിരുന്നാണ് പുള്ളിക്കാരൻ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നെടുത്ത് കഴിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ കഴിക്കാനായിട്ട്. അങ്ങനെ ഇത് കഴുകിയിട്ടൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. ആൾ ഭയങ്കര ചൂടാണെന്നും പറഞ്ഞത് ഷർട്ടൊക്കെ ഇല്ലാണ്ട് തറയിൽ തന്നെ പോയി കിടന്നുകൊണ്ട് മുന്തിരിയൊക്കെ തിന്നുകൊണ്ട് അവിടെ ഇരിക്കാൻ കേട്ടോ. ഏത് നേരവും പുള്ളിക്ക് വരണം ഭയങ്കര ചൂടാണ്. ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പറയും ചൂടെടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഒന്നാമത്തെ നല്ല വെയിലല്ലേ, പിന്നെ നമുക്ക് മരങ്ങളും ഒന്നുമില്ലല്ലോ. കിച്ചൂട്ടിനെ എന്തെടുക്കണമെന്ന് നോക്കാനായിട്ട് പോയതാണ് ഞാൻ. പിന്നെ ദേ വന്നുകൊണ്ട് നാളികേരെല്ലാം ചിരണ്ടി വെക്കുന്നുണ്ട്. കൊത്തമരയിലിടാനായിട്ടുള്ള നാളികേരമൊക്കെ ചിരണ്ടി വെച്ച്, പിന്നെ നമ്മളുടെ കറി വെക്കാൻ ആവശ്യമായ വെളുത്തുള്ളി, പച്ചമുളക്, സവാള സാധനങ്ങളെല്ലാം നന്നാക്കി വെച്ചിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ ഒന്ന് പറിക്കാനായിട്ട് പോയിട്ടാണ്. കുറേ ആഗ്രഹിച്ചാണ്ട് ഈ ഒരു കറിവേപ്പ് പിടിച്ച് കിട്ടിയിരുന്നത്. ഉപ്പുള്ള സ്ഥലമായ കാരണം ഇതെല്ലാനും പിടിച്ച് കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ പെയിൻറ്റും പാട്ടയിലൊക്കെ വെച്ചാണ് ഈ വളർത്തിയൊക്കെ എടുക്കുന്നത്. എല്ലാവരും അരിഞ്ഞെല്ലാം വെച്ചൊക്കെ കഴിഞ്ഞിട്ട് ദേ നമ്മുടെ കിച്ചൂടം വന്നിട്ടുണ്ട് കേട്ടോ. മുന്തിരി എല്ലാം തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ദേ സവാളയാണ്. ഈ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചത് എന്താണാവോ, അരിഞ്ഞ് വെച്ചങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഒരു കഷ്ണം എടുത്ത് വായിലിടും. എനിക്കാണെങ്കിൽ ഈ സവാള പച്ചക്ക് തിന്നണതേ ഇഷ്ടമല്ല. കിച്ചുവിനാണെങ്കിൽ ചിക്കനൊക്കെ പൊരിച്ച് മീനൊക്കെ പൊരിച്ച് വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ മേലയിൽ ഇങ്ങനെ സവാള പച്ചക്ക് അരിഞ്ഞൊക്കെ ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൻ എന്നോട് എപ്പോഴും പറയാം എനിക്ക് സവാള കുറച്ച് കൂടുതൽ അരിഞ്ഞ് വെക്കണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് സവാള വാരി തിന്നാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മളുടെ വെണ്ടക്ക ഫ്രൈ ചെയ്യാനായിട്ട് അതിനാവശ്യമായ സാധനങ്ങളൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് പുരട്ടിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അരിയൽ കാര്യങ്ങളെല്ലാനും കഴിഞ്ഞിട്ടുണ്ട്. പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. സവാള പച്ചമുളക് എല്ലാനും നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നാളികേരമൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ രണ്ടടപ്പിലായിട്ട് ഇങ്ങനെ ചട്ടിയൊക്കെ വെച്ച് കൊടുത്താൽ ഒരടപ്പിൽ നമുക്ക് വെണ്ടക്ക കറിയും വയ്ക്കാം, മറ്റേതിൽ കൊത്തമര വാട്ടിയെടുക്കുകയും ചെയ്യാം. പാനിൽ ഞാൻ കടുകൊക്കെ ഇട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ പരന്ന പാത്രമായ കാരണം ഞാനിങ്ങനെ ഒന്ന് ചരിച്ച് പിടിച്ച് വെളിച്ചെണ്ണ ഒരു സൈഡിലേക്ക് ആക്കിയിട്ടാണ് കടുക് പൊട്ടിച്ചെടുക്കുന്നത്. അങ്ങനെ കടുകെല്ലാനും പൊട്ടി വന്ന് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം. അപ്പോൾ ഇത് വെണ്ടക്ക കറി വെക്കാനായിട്ട് ഞാൻ ആദ്യം സവാള ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് പിന്നെ ഒന്ന് ചൂടായിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ കുറച്ച് നേരം ഒന്ന് കിടന്ന് ചെറിയ തീയിലിട്ടിട്ടാണ് ഞാനിങ്ങനെ ഈ വാട്ടിയെടുക്കുന്നത്. അടിക്ക് പിടിക്കണ്ടില്ല എന്ന് കരുതി. അന്നേരം കൊണ്ട് നമുക്ക് കൊത്തമര ഒലത്താനായിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് ഞാൻ ഉള്ളിയും ഇതേപോലെ വെളുത്തുള്ളിയും ഒക്കെ ചേർത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും അവിടെ പയ്യനെ കിടന്നൊന്ന് വാട്ടെ. അപ്പോൾ തീയൊക്കെ കുറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഒരേപോലെ തന്നെ ചെയ്തെടുക്കാം. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാലല്ലേ കരിഞ്ഞൊക്കെ പോവുകയുള്ളൂ. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കാനും പറ്റില്ല. പിന്നെ ഞാൻ നമ്മളുടെ ഉള്ളിയൊക്കെ ഒന്ന് നോക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മൂത്ത് കഴിഞ്ഞു എന്നൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളുടെ വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് അടച്ചെല്ലാനും വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. വെക്കേഷൻ ആയതുകൊണ്ട് കിച്ചുമോൻ വീട്ടിലുള്ള കാരണം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വരും കേട്ടോ. അപ്പോൾ പിന്നെ ഫോണും കൊണ്ട് വന്നുകൊണ്ട് എന്തോ കടങ്കഥയൊക്കെ കാണിച്ചുകൊണ്ട് അതിൻ്റെ ഉത്തരമൊക്കെ ചോദിച്ചൊക്കെ വരാനുണ്ടാ. എനിക്കാണെങ്കിൽ അറിയൂല എന്നിട്ടാ. ഞാൻ കിച്ചുവിനോട് തന്നെ ഉത്തരം ചോദിച്ചപ്പോൾ അവനും ആൻസറൊന്നും കിട്ടിയില്ല. പിന്നെ കമൻസിലൊക്കെ നോക്കിയിട്ടൊക്കെയാണ് തോന്നണിട്ട് വന്ന ആൻസർ എല്ലാവരും പറഞ്ഞത്. ഞാൻ വെണ്ടയ്ക്ക എല്ലാം ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വരണ്ടേ. അപ്പോൾ വെണ്ടക്ക നല്ല പൊട്ടി ഉടഞ്ഞു പോകരുത്. പിന്നെ അതേ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ വെണ്ടക്ക ഒന്ന് വാട്ടിയെടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെണ്ടയ്ക്കയും സവാളയൊക്കെ പെട്ടെന്ന് വാടി കിട്ടുമല്ലോ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കി ഇതാക്കി വെച്ചിട്ട് അവിടെ ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്നൊക്കെ ആയി കിട്ടും. അപ്പോൾ നമ്മളുടെ വെണ്ടയ്ക്ക എല്ലാനും ഇവിടെ ഇരുന്നൊന്ന് പയ്യനെ വാടി എല്ലാനൊക്കെ വരട്ടെ കേട്ടോ. ഇതിൽ കുറച്ച് വെണ്ടയ്ക്കേ ഉള്ളൂ കേട്ടോ. ഞാനപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് മൂടിയൊക്കെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കൊത്തമര ഒലത്താനുള്ളത് നോക്കാം.
കൊത്തമരയുടെ ഉള്ളിയും ഇതൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് പൊടി ഐറ്റംസ് എല്ലാനും ചേർത്ത് കൊടുക്കുക. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാനും ചേർത്തിട്ട് ഇതൊന്ന് വാട്ടിയൊക്കെ എടുക്കട്ടെ. അപ്പോൾ ഈ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. പിന്നെ ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ അധികം എരിവില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കിച്ചുവിന്. പിന്നെ ഉപ്പേരിയിലൊക്കെ ഭയങ്കര എരിവായി കഴിഞ്ഞാൽ കഴിക്കില്ല. ഞാൻ കൂടുതലും എല്ലാത്തിലും ഇങ്ങനെ പച്ചമുളക് ചേർക്കും കേട്ടോ. എനിക്കെന്തോ എരിവ് ഇഷ്ടമാണ്. പക്ഷേ കിച്ചൂട്ടന് എരിവ് അത്ര വലിയ കുഴപ്പമില്ല, എങ്കിലും ഒരുപാട് എരിവാവണത് ഇഷ്ടമല്ല. ചില ടൈമിലൊക്കെ ഞാനിങ്ങനെ മുളക് പൊടി ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ കൂടിപ്പോകട്ടെ. ഇതിലിപ്പോൾ ഞാൻ ആ പേരിന് മാത്രമേ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. ഉപ്പേരിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായ കാരണം ഞാൻ 1/2 കിലോ കൊത്തമര മുഴുവനും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് ഇടാനായിട്ട്. എനിക്ക് വെറുതെ കൊത്തമര വെളുത്തൊക്കെ വെറുതെ കഴിക്കുന്നത് ഇഷ്ടമാണ്. പിന്നെ ഞാൻ കൊത്തമര എല്ലാനും നമ്മളുടെ ഉള്ളിയും മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്തൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തുകൊണ്ട് നമുക്കിത് അവിടെ ഒന്ന് കുറച്ച് നേരം മൂടി എല്ലാനും വെച്ചൊന്ന് വേവിച്ചൊക്കെ എടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് ഞാൻ കൊത്തമരയൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കിയൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ കിടന്ന് പയ്യനെ വെന്തെല്ലാനൊക്കെ വരട്ടെ. വെണ്ടയ്ക്കൊക്കെ വാടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് അടി പിടിക്കാണ്ട് ഇളക്കിയൊക്കെ കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒന്ന് മൂത്തൊക്കെ വരാനുണ്ടായിരുന്നു. ചെറിയ രീതിയിൽ വാട്ടുള്ളൂ. അപ്പോൾ വേഗം ഒന്ന് ഇളക്കി എല്ലാനും വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഇരിക്കട്ടെ. കൊത്തമര ഇട്ട് ഇളക്കി കൊടുക്കണ നേരത്താണ്ട് എനിക്ക് വെണ്ടയ്ക്ക അങ്ങനെ അടിപിടിച്ചല്ലാന്ന് തോന്നിയിട്ട് അതവിടെ വെച്ചുകൊണ്ട് ഞാൻ വെണ്ടയ്ക്ക നോക്കാനായിട്ട് പോയത്. അപ്പോൾ വെണ്ടയ്ക്ക ഒന്നും അടിപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പയ്യനെ ഒന്ന് വാട്ടിയൊക്കെ എടുക്കാമല്ലോ കരുതിയിട്ടാണ്. അപ്പോൾ ഞാൻ കൊത്തമര നന്നായിട്ട് ഇളക്കിയൊക്കെ യോജിപ്പിച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൊത്തമരയും വെണ്ടയ്ക്കയൊക്കെ പെട്ടെന്ന് റെഡിയായി കിട്ടട്ടെ. ഇതെല്ലാനും കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ ചൂടണി ഇനി എപ്പോഴാണ് വിശപ്പ് വരണതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതാണ് ഞാൻ രണ്ടടുപ്പത്ത് ഇങ്ങനെ ഒരുമിച്ച് വെച്ചുകൊണ്ട് വേഗം ഒന്ന് ആക്കാനായിട്ടൊക്കെ ഇരുന്നത്. കൊത്തമര ഇവിടെ വാടി ഇതെല്ലാനൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നാളികേരവും ചേർത്ത് ഞാനൊന്ന് ഇളക്കി കൂട്ടിയൊക്കെ മൂടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക എല്ലാനും വാടിയൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് മല്ലിപ്പൊടിയാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാനും ഇട്ടിട്ട് നന്നായിട്ട് ഈ വെണ്ടയ്ക്കയും കൂട്ടി ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അതിലേക്ക് നമുക്ക് പുളിയും കൂടി പിഴിഞ്ഞ് ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ എടുത്ത പുളി കുറച്ച് കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഇതിൽ അധികം വെള്ളം വെക്കുമല്ലോ, ചാറ് കുറച്ച് കുറവായിരിക്കും. അങ്ങനെ ഞാൻ പുളിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു വിട്ടു. അപ്പോൾ പുളിയൊക്കെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല കുറുക്ക് പോലെ തോന്നി എനിക്ക്. അപ്പോൾ ഇതാണ്ട നമ്മളുടെ കറിയുടെ ഒരു ഇത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് കുറുകിയ പോലെ തോന്നിയ കാരണം ഞാൻ ഒരു ഇച്ചിരിയും കൂടി വെള്ളമൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇതാക്കി എടുക്കണത്. കറി എല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ട് ഞാൻ കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ പോയി അലക്കിയിട്ട തുണികളൊക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്നെടുത്തൊക്കെ വന്നിട്ട് ചെറുതായിട്ടൊന്ന് മടക്കിയൊക്കെ വെക്കാനായിട്ടിരുന്നു. എല്ലാവരും മടക്കിയൊന്നും വെക്കണില്ല. വലിയ വലിയ സാധനങ്ങളെല്ലാവരും മടക്കിയൊക്കെ ഒന്ന് വെച്ചിട്ട് വെണ്ടയ്ക്ക പുരട്ടി വെച്ചത് പൊരിച്ചെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അത് പൊരിക്കാനായിട്ട് ഫ്രൈ പാനൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ വെണ്ടയ്ക്ക എല്ലാവരും അതിലേക്കൊന്ന് തട്ടിയേക്കിട്ട് ചെറുതായിട്ടൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് മൊരിയിച്ചൊക്കെ എടുക്കാം. അപ്പം ഞാനിതെല്ലാവരും ചെയ്തെടുക്കണ നേരത്ത് കിച്ചൂട്ടൻ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞ് മാണിക്കൻ അങ്ങോട്ട് പോയമ്മ എന്നോട് അങ്ങോട്ട് ചോറ് തിന്നാൻ ചെല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് കിച്ചൂട്ടൻ മാണിക്കൻ്റെ വീട്ടിലോട്ട് ചോറ് തിന്നാനൊക്കെ പോയിട്ടു. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കൊക്കെ പൊരിക്കാനായിട്ട് നിന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നെ ഏതായാലും മാണിക്കൻ്റെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കിച്ചൂട്ടൻ പോയി. പിന്നെ ഞാൻ പാത്രം എല്ലാവരും കഴുകി ഒന്ന് റെഡിയാക്കി എടുത്ത് വെക്കാനുണ്ട്. ഇത്രയും നേരം പാത്രം ഒന്നും കഴുകി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കിച്ചുമോന് വേഗം ചോറ് കൊടുക്കണമല്ലോ എന്ന് കരുതി അതെല്ലാം അവിടെ ഇങ്ങനെ സിങ്കിൽ തന്നെ ഇട്ടേക്കായിരുന്നു. പിന്നെ ഞാൻ പോയി പാത്രം എല്ലാവരും കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക തീയൊക്കെ കുറഞ്ഞ കാരണം അടിക്ക് പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇളക്കി എല്ലാവരും കൊടുത്ത് വാട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ വെണ്ടയ്ക്ക എല്ലാവരും മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത്രയും ഇതിലേ മൊരിയിച്ചെടുക്കുകയുള്ളൂ. പിന്നെ കറികളും എല്ലാം റെഡിയായിട്ട് വന്ന് ഞാൻ ടേബിളും എല്ലാവരും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ കൊത്തമര ഒലത്തും പിന്നെ എന്താണ് വെണ്ടയ്ക്ക ഫ്രൈയും വെണ്ടയ്ക്കക്കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളിവിടെ കൂടുതലും ഒലത്തുനിന്നാണ് കേട്ടോ പറയാറ്. പല സ്ഥലത്തും ഉപ്പേരി എന്നൊക്കെയാണ് പറയുക. ഒലത്തിൽ നിന്നാണ് കേട്ടോ നമ്മളുടെ നാട്ടിലൊക്കെ പറഞ്ഞ് ശീലിച്ചേക്കുന്നത്. ഇനി എന്താണ്, ഇനിയിപ്പോൾ കിച്ചൂട്ടനൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ തന്നെ ഇരുന്നുകൊണ്ട് ഭക്ഷണം എല്ലാവരും കഴിക്കട്ടെ. അപ്പോൾ ഒരു വെണ്ടയ്ക്ക ഫ്രൈ ഒക്കെ എടുത്ത് വായിലൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നല്ല സെറ്റപ്പായിരുന്നു കേട്ടോ. നല്ല പുളിയുള്ള കറികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ ഇരുന്ന് ഞാൻ ആസ്വദിച്ച് തന്നെ ചോറ് തിന്നാനായിട്ടുള്ളതാണ് കേട്ടോ. തിരക്കൊന്നുമില്ല, അല്ല കിച്ചുമോനും ഇല്ല, ആരുമില്ല. അപ്പോൾ ഒറ്റക്കാണെങ്കിലും നല്ല ആസ്വദിച്ചിരുന്ന്
ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം.